സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ റബ്ബിന് പുറമെ നിരവധി ആളുകളോട് ദുആ ചെയ്തിരുന്നവര് ആ ആരാധനകളൊക്കെ നിർത്തി, ആ ഖബർ പൂജ നിർത്തി, ആ കല്ലിന്റെ മുമ്പിൽ പോയി സങ്കടം പറയുന്നത് നിർത്തി. അങ്ങനെ ഏകനായ പടച്ച തമ്പുരാന് മാത്രമായി പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും കൊടുത്തു. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം തൗഹീദിന്റെ സുന്നത്തിന്റെ ആ രണ്ട് പ്രമാണങ്ങളില് ജാഹൽ ഹഖ് വസഹഖൽ ബാതുൽ ഇന്നൽ ബാതുല കാന സഹൂക എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണങ്ങളിലൂടെ അങ്ങനെ വരികയും അല്ലാ തദതിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉറച്ച പൊന്തി നിൽക്കുന്ന ഖബറിനെ ഉയർത്തി കെട്ടിയ ഖബറും അതുപോലെ നാട്ടിവെച്ച ബിംബങ്ങളും നീ തട്ടി നിരപ്പാക്കാതെ വിടരുത് അലിയെ എന്ന് ഇസ്ലാമിക ഭരണം കിട്ടിയ നാട്ടില് നമ്മൾ അത് പ്രഖ്യാപിക്കും. അതല്ലാതെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് വിവിധ വർഗങ്ങളും ജാതികളും മതക്കാരും ജീവിക്കുന്ന രാഷ്ട്രത്ത് ഒരിക്കലും നമുക്ക് ഈ കല്ലുകളെയോ ജാറങ്ങളെയോ പൊളിക്കാനുള്ള അധികാരമല്ല. അങ്ങനെ വല്ലവരും പൊളിച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ വരവ് വെക്കും വേണ്ട. മാനസികമായ പരിവർത്തനങ്ങളിലൂടെ ഹൃദയങ്ങളിലുള്ള ബിംബങ്ങളും ഹൃദയങ്ങളിലുള്ള ജാറങ്ങളും തകർത്തതിന് ശേഷം മാത്രമാണ് യഥാർത്ഥമായ ജാറം പൊളിക്കുക. അത് നമ്മൾ മെനക്കെടല്ല, ആ മാറ്റം വന്ന ആ മഹല്ലേർ തന്നെ മെനക്കെട്ടോളും. പക്ഷേ ആ ജാറപൂജയിലേക്ക്, ആ ഖബർ പൂജയിലേക്ക്, ആ ബഹുദൈവ വിശ്വാസത്തിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരികയും അങ്ങനെ ഒരു അന്യമത വിഭാഗക്കാരൻ യഥാർത്ഥമായി ഇസ്ലാമിന്റെ സന്ദേശം എന്താണെന്ന് അറിയാതെ പോവുകയും ചെയ്യുന്നു. കാരണം എന്താ, ഞാൻ നിർത്തിയിട്ട കല്ലിന്റെ മുമ്പിൽ പോയി സങ്കടം പറയുന്നത്, അപ്പുറത്ത് മുസ്ലിങ്ങൾ കടത്തിട്ട കല്ലിന്റെ മുമ്പിൽ പോയി സങ്കടം പറയുന്നത്, ഞാൻ അമ്പലത്തിൽ പോയാൽ എനിക്കവിടെ എന്തുണ്ട്, പ്രസാദുണ്ട്, അതേപോലെ തന്നെ തൊട്ടുമുത്താൻ നിലവിളക്കുന്ന എണ്ണയുണ്ട്, ഇവിടെ ജാറത്തങ്ങ പോയാലുണ്ട് എന്ത് യാസീനോ വേണ്ടി, അതേപോലെ തന്നെ ജാറമ്മൂടെ വേണ്ടി, അവിടെ ഒരു പുരോഹിതന് പൂജാരി ഉണ്ട്, ഇവിടെ വന്ന ഒരു പുരോഹിതനുണ്ട്. അപ്പൊ രായൻകുട്ടി രാമൻകുട്ടി തമ്മിൽ യാതൊരു മാറ്റവും, പേരുകൊണ്ട് വല്ല മാറ്റമുണ്ടോ? വിശ്വാസത്തിലും ആചാരത്തിലൊക്കെ ഒന്നാ അല്ലേ? ഇങ്ങനെ സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എത്രത്തോളം മോശമായി എത്തിയെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ആഴ്ച നമുക്ക് ദൂരദർശനിലാണോ ഒരു ചാനലിൽ പുറത്തുവിട്ട വളരെ രസകരമായ ഒരു കാഴ്ച, ദീർഘമാണത് ക്ലിപ്പ്. കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ഉത്സവം നടക്കുകയാണ്. 200 വർഷം പഴക്കമുള്ള ഉത്സവമാണ്. ആ ഉത്സവത്തില് പഴക്കമുള്ള ആ ക്ഷേത്രത്തില് 3 ദൈവങ്ങളെ കുടിയിരുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഉത്സവം നടക്കുന്ന അതേ സമയത്താണ് പുരോഹിതന്മാരായ ആളുകൾ ഉറൂസ് നടത്തുക. അങ്ങനെ മതസൗഹാർദ്ദം എന്ന ഓമനപ്പേരിട്ടിട്ട് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരുടെ അടുക്കൽ അവർ വരികയും അവിടെ കാളിക്ഷേത്രത്തില് കോമരം തുള്ളത് പോലെ അവരുടെ മുമ്പിൽ ഉറഞ്ഞു തുള്ളി അവരതിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ അവിടെ പോയി അവരുണ്ടാക്കുന്ന നിവേദ്യങ്ങളും പായസങ്ങളും കഴിക്കുക, ഇവരിവിടെ വന്നിട്ടും ഇവരുണ്ടാക്കുന്ന സംഗതികൾ കഴിക്കുക. അങ്ങനെ ഇസ്ലാം ദീന് മനുഷ്യ സൗഹാർദ്ദമല്ലാതെ മതസൗഹാർദ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ മതസൗഹാർദ്ദം പറഞ്ഞ് ലയിച്ചാല് ഇസ്ലാം ദീന് ഉപ്പ് വെള്ളത്തിലിട്ട മാതിരി ഉണ്ടാവും, പിന്നെ കാണൂല. കണ്ടോളൂ നിങ്ങൾ ആ രംഗമൊന്നും. കാസർകോട്ടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ അംഗങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ പള്ളിയിൽ ചെന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു. പള്ളിയിൽ ഉറൂസ് നടക്കുമ്പോഴാകട്ടെ ക്ഷേത്രത്തിലേക്കും ക്ഷണമയക്കുന്നു. 200-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഇക്കാലത്ത് പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം ചെറിയ കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതല്ലേ? നാട്ടുകാർ ഉദ്യാവരമാട എന്ന് വിളിക്കുന്ന മഞ്ചേശ്വരത്തെ ഈ ക്ഷേത്രത്തിന് 200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഉദ്യാവരയുടെ ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാരണക്കാരായ 3 ദൈവങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ദൈവകളു ഉദ്യാവര എന്നാണ്. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം തീരുമാനിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുമുണ്ട്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ അഥവാ ബണ്ട തെയ്യങ്ങളായി പുറത്തിറങ്ങുന്നു. ഷെട്ടിമാർക്കാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായുള്ള അധികാരം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുറച്ചകലെയുള്ള 1000 ജമാഅത്ത് പള്ളിയിലേക്കാണ് പോകേണ്ടത്. ചുവന്ന ഉടയാടകളും മുല്ലമാലയും അണിഞ്ഞ വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. പള്ളിയിലേക്കുള്ള ദൂരമത്രയും വാദ്യമേളങ്ങളുമായി അവർ നടന്നു ചെല്ലുന്നു. ഉദ്യാവര 1000 ജുമാ മസ്ജിദ് എന്നാണ് പള്ളിയുടെ പേര്.
പള്ളിയുടെ കവാടത്തിൽ ഭാരവാഹികളും നാട്ടുകാരും കാത്തുനിൽക്കുന്നു. അവർ ക്ഷേത്രപ്രതിനിധികളെ പള്ളിയിലേക്ക് ആനയിക്കുന്നു. പള്ളിമുറ്റത്ത് വെളിച്ചപ്പാടിന്റെ അരുളപ്പാട്. ഉത്സവം തീരുമാനിക്കുകയാണ്. ജമാഅത്തിലെ എല്ലാവരും ഉത്സവത്തിന് വരണം. ഞങ്ങൾ ക്ഷണിക്കുന്നു. ഷെയ്ഖുമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അനേകം വർഷങ്ങളായി നടക്കുന്ന ഈ ഉത്സവം ഞങ്ങളുടെ സ്നേഹവും സാഹോദര്യവും അറിയിക്കാനുള്ള അവസരം കൂടിയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ച ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ വരുന്നതെല്ലാം അറിയിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ചടങ്ങ് വെള്ളിയാഴ്ച 1:30 മണിയാകുമ്പോൾ തീരും. ഒരു 1:35 ഇവിടെ വരും. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും തമ്മിൽ ബന്ധമുണ്ട് ഇവിടുത്തെ ഇതായിട്ട്. അപ്പോൾ ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു വെള്ളിയാഴ്ച വരും. അപ്പോൾ ഒരാടെ എന്ത് യാത്ര ഉത്സവമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും നമുക്ക് ആമന്ത്രണിട്ട് നിങ്ങളെല്ലാം ഇത് വേണം, സഹകരണം വേണം. അതുകൊണ്ട് 5 ദിവസത്തെ അപ്പോൾ വന്നിട്ട് നിങ്ങൾ വണ്ടിയുണ്ട്. അപ്പോൾ അതിനെല്ലാം വന്നിട്ട് നിങ്ങളെല്ലാം സഹകരണം നമുക്ക് തരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം. ഞങ്ങൾ ചെയ്യും. മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന 1000 ജമാഅത്ത് പള്ളി പുതുക്കി പണിതതാണ്. പണ്ടിവിടെ ഏക്കറുകളോളം സ്ഥലത്ത് നെല്ലും തെങ്ങുമൊക്കെ കൃഷി ചെയ്തിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു. അസൈ ഷഹീദ് വലിയുല്ലാഹിയുടെ ദർഗയും പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഉത്സവത്തിനുള്ള ക്ഷണം സ്വീകരിച്ച ശേഷം നാട്ടുകാരും ജമാഅത്ത് അംഗങ്ങളും ചേർന്ന് ക്ഷേത്രജനങ്ങളെ യാത്രയയക്കുകയാണ്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന സംഘം ക്ഷേത്രം ഭാരവാഹികളെ വിവരമെല്ലാം അറിയിക്കുന്നു. ക്ഷേത്രത്തിൽ 3 ദൈവങ്ങളാണ്: അണ്ണ, തമ്മ, മുണ്ടത്തായ. ഇതിൽ സഹോദരങ്ങളായ അണ്ണയും തമ്മയും ധർമ്മസ്ഥലത്തു നിന്ന് വന്നതാണ്. മഞ്ചേശ്വരത്തെത്തിയ ഇവർക്ക് സഹായിയായത് മുണ്ടത്തായയാണ്. മുണ്ടത്തായ ഇവരെ അവിടുത്തെ ഐസ്രാൽ ഗുത്തു എന്ന തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയും ഇവർക്കായി ഇവിടെ ക്ഷേത്രം പണിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഉത്സവ ദിവസം ജമാഅത്തിന്റെ പ്രതിനിധികൾ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രമുറ്റത്തെ തറയിൽ ഇരിക്കും. ക്ഷേത്രഭാരവാഹികൾ വലതുവശത്തും ജമാഅത്തുകാർ ഇടതുവശത്തുമായി ഇരുന്ന് ഉത്സവത്തിന് മേൽനോട്ടം നൽകും. ജമാഅത്ത് കമ്മിറ്റി ക്ഷേത്രത്തിലേക്ക് പണവും നെല്ല്, പഴങ്ങൾ തുടങ്ങിയവയും നൽകും. പകരം പള്ളിയിൽ ഉറുസ് നടക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അരി, നെയ്യ്, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. മെയ് 8-നാണ് ഇത്തവണത്തെ ഉത്സവത്തിന് കൊടിയേറിയത്. ഉത്സവം 5 ദിവസം ഉണ്ടായിരുന്നു. അന്ന് ദൈവങ്ങളെല്ലാം പുറത്തിറങ്ങുന്നു. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള രഥത്തിൽ അണ്ണ, തമ്മ എന്നീ സഹോദര ദൈവങ്ങളെ എഴുന്നള്ളിക്കുന്നു. അവർ മുഖാമുഖം വന്നു നിൽക്കുകയും തെയ്യങ്ങൾ കെട്ടിയാടുകയും ചെയ്യുന്നു. അന്നത്തെ മറ്റൊരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിനെത്തിയ വിശിഷ്ട വ്യക്തികളെ ദൈവത്തിന് പരിചയപ്പെടുത്തൽ. ഉത്സവ ദിവസം തെയ്യം കെട്ടുന്നത് പമ്പത എന്ന സമുദായത്തിൽപ്പെട്ട കലാകാരന്മാരാണ്. അങ്ങനെ സകല ജാതിയുടെയും മതക്കാരുടെയും പങ്കാളിത്തവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങി ഉദ്യാവരയിലെ ദൈവങ്ങൾ സായുജ്യരാവുന്നു എല്ലാ വർഷവും. അപ്പൊ സഹോദരങ്ങള്, പക്ഷെ ആ അവസ്ഥയിലേക്ക് ഇവിടെ കൊണ്ടുപോകുന്നത് ആരാ സഹോദരങ്ങള്? ഏകനായ പടച്ചറപ്പിനോട് മാത്രമുള്ള പ്രാർത്ഥന. അത് വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇസ്ലാം എന്താണെന്ന് പോലും അറിയുന്നില്ല. പക്ഷേ
ഇരുട്ടിന്റെ പൂജകന്മാർ, ഷിർക്കിന്റെ പൂജകന്മാർ, നവോത്ഥാനത്തിന് തുരങ്കം വെച്ച ആളുകൾ ഇന്ന് സമുദായത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്നിട്ട് എല്ലാ ഭൗതിക സുഖങ്ങളും നേടിയിട്ട് സമുദായത്തിന് മുമ്പിൽ പറയുന്നു ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു സഹോദരൻ, ഒരു ക്രിസ്ത്യാനി സഹോദരൻ മുസ്ലിമായാൽ ഇന്ത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് വരെ മുസ്ലിമായ എനിക്ക് നാളെ ഹിന്ദുവാകാം, നാളെ ഹിന്ദു ആയവന് മുസ്ലിമാകാം, ഹിന്ദുവുമായ മുസ്ലിമായവന് ക്രിസ്ത്യാനിയാകാം, നിരീശ്വരവാദത്തിലേക്ക് പോകാം. അതിനൊക്കെ ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്.